ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കോളിഫ്ലവറും ഒരു 15 മിനിറ്റ് ഇട്ട് വച്ചതിന് ശേഷം നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ സോയാ സോസോ ടൊമാറ്റോ സോസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ മൈദമാവ്, 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, കായപ്പൊടി ഒരു 2 നുള്ള്. ഇത് ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി ഞാൻ കോളിഫ്ലവറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുകയാണ്. ഇനി കറിവേപ്പില കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലോട്ട് ചേർക്കുകയാണ്. ഇനി കായപ്പൊടി 2 നുള്ള് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ മൈദമാവ്, 1 ടീസ്പൂൺ അരിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ശകലം വെള്ളം തളിച്ചൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, തളിച്ച് നമുക്ക് കുറച്ച് തളിച്ച് ജസ്റ്റ് ഒന്ന് ബാറ്റർ കോളിഫ്ലവറിലോട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കുക. മീഡിയം ഹീറ്റിലാണ് ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം കോളിഫ്ലവർ ഇതിലോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റിയും ഈസിയുമായ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാ പേരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.